ഹായ് വെൽക്കം ബാക്ക്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നല്ല ഹാപ്പി ആയിട്ടാണ്. ബിക്കോസ് ഞാൻ 2 ദിവസം മുന്നേ ഒരു കമൻറ്റ് കണ്ടു. ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിൻ്റെ ഓരോ സബ്ജക്റ്റും പഠിക്കുന്നതിന് പറ്റിയുള്ള ടിപ്സൊക്കെ പറഞ്ഞു തരുമെന്ന് വെച്ചിട്ട്. സോ ഐ വാസ് റിയലി ഹാപ്പി ടു സീ ദാറ്റ് കമൻറ്റ്. ബിക്കോസ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് 1 മന്ത് പോലും ആയിട്ടില്ല. ഞാൻ ജസ്റ്റ് വെക്കേഷന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തന്നെ എൻ്റെ ചാനലിൽ എന്നെ അറിയാത്ത ഒരാൾ കമൻ്റ് ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ അന്ന് തന്നെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ സ്കൂളൊക്കെ ജസ്റ്റ് ഓപ്പൺ ആയിട്ടല്ലേ ഉള്ളൂ, 1 വീക്ക് ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനോട് അഡാപ്റ്റ് ആവാനുള്ളൊരു ടൈമും പിന്നെ ഒരു ഷെഡ്യൂളായി ഒരു പ്ലാനായി വരാനുള്ള സമയവും അതുപോലെ ത്രോട്ട് പെയിനും എനിക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്, നാളെ സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ വീഡിയോ ഇടാം. ഇപ്പോൾ എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത് ആഗ്രഹിച്ചുകൊണ്ടാണ്. പലരും ആഗ്രഹിച്ചിട്ടും ആഗ്രഹിക്കാതെ മാർക്കില്ലാതെ കിട്ടുന്നവരും എല്ലാവരും ഉണ്ട്. അപ്പോൾ ആഗ്രഹിച്ചെടുക്കുന്നവർ അതെങ്ങനെ പഠിക്കണം എന്നൊക്കെ ആദ്യം തന്നെ നോക്കി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. പക്ഷേ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിൻ്റെ ഏറ്റവും വലിയ ഡിമാറ്റ് എന്ന് പറയുന്നത് എവിടെയും വീഡിയോസ് അവൈലബിൾ അല്ല. ഇപ്പോൾ ഈവൻ മലയാളി സ്റ്റുഡൻസിൻ്റെ വ്ളോഗ്സൊക്കെ റെയറാണ്. അപ്പോൾ ഞാനും സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു വീഡിയോസോ പ്ലാൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സെൽഫായി സ്റ്റഡി പ്ലാൻ സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാക്കി ഞാനായിട്ട് പഠിച്ചു തുടങ്ങുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ സബ്ജക്റ്റ് കോമ്പിനേഷൻ വരുന്നത് ജോഗ്രഫി ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പോൾ ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, പിന്നെ 2 ലാംഗ്വേജസ്. ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് എൻ്റെത് മലയാളമാണ്. ഇങ്ങനെ 6 സബ്ജക്റ്റാണ് ഞാൻ പഠിക്കുന്നത്. ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിൽ, അതായത് ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ എല്ലാ സബ്ജക്റ്റിനും ഒരു ലെക്ചർ നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വൈഡായ ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഈ എക്സാമിൻ്റെ തലേന്ന് എല്ലാ ടെക്സ്റ്റും ലൈൻ ബൈ ലൈൻ വായിച്ച് എക്സാമിന് പോകാന്നുള്ളത് പോസിബിളായ കാര്യമില്ല. അപ്പോൾ ഓൾ സബ്ജക്റ്റിന് നമ്മൾ സ്വന്തം ഒരു ലെക്ചർ നോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ. ഞാൻ എല്ലാ സബ്ജക്റ്റിനും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യം തന്നെ ഹിസ്റ്ററീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ +1 ആകെ 10 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. വേൾഡ് ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. +2 കമ്പയർ ചെയ്താൽ വെരി ഈസി ചാപ്റ്റേഴ്സാണ്. +2 വൈഡാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയാണ് +2 പഠിക്കുന്നത്. അപ്പോൾ +1 നമ്മൾ നല്ല മാർക്ക് ഹിസ്റ്ററിക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ +2 നമ്മൾ അത്ര തന്നെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഹാഫ് മാർക്കേ കിട്ടുള്ളൂ. അപ്പോൾ ഹിസ്റ്ററിയൊക്കെ +1 നന്നായി നോക്കുക. അതായത് നമ്മൾ ടെക്സ്റ്റ് വായിച്ച് മെയിൻ പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്തിട്ട് വീട്ടിൽ വന്ന് ജസ്റ്റ് അത് ഒരു ലെക്ചർ നോട്ടാക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10 പ്രാവശ്യം വായിക്കുന്നതിൻ്റെ ഇരട്ടി ബെനിഫിറ്റ് കിട്ടും ഒരു തവണ എഴുതിയാന്ന് എല്ലാവരും പറയാറുണ്ട്. എനിക്കും അത് അങ്ങനെ തന്നെയാണ് തോന്നി. ബിക്കോസ് എഴുതുമ്പോൾ നമ്മളത് വായിച്ച് അങ്ങനെയാണല്ലോ എഴുതുക. അപ്പോൾ എഴുതുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹ്യൂമാനിറ്റീസിലുള്ള സബ്ജക്റ്റാണ് എക്കണോമിക്സ്. എക്കണോമിക്സ് 2 പാർട്ടാണ് +1. ഫസ്റ്റ് ഇന്ത്യൻ എക്കോണമി, സെക്കൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇന്ത്യൻ എക്കോണമി ഹിസ്റ്ററിയൊക്കെ പോലെ വൈഡായി നമുക്ക് വായിച്ച് പഠിക്കാനുള്ള ഒരു പാർട്ട് തന്നെയാണ്. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി മാത്സ് ആണ്. ഡയഗ്രാംസ് വരയ്ക്കാനും പ്രോബ്ലംസ് ചെയ്യാനുമാണ്. നമുക്ക് ഹ്യൂമാനിറ്റീസിലാകെ നോട്ട് വെച്ച് ക്ലാസ് എന്നൊക്കെ എഴുതുന്നത് എല്ലാവർക്കും എക്കണോമിക്സിൽ സ്റ്റാറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ത്യൻ എക്കോണമി ഇതേപോലെ ലെക്ചർ നോട്ട് ഉണ്ടാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളായിരിക്കും. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ടെക്സ്റ്റ് തന്നെ ഒരു ക്യാപ്സ്യൂളാണ്. ഓരോ പബ്ലിക്കേഷൻ്റെ NCERT സിലബസ് ഓരോ പബ്ലിക്കേഷൻസ് അടിച്ച് പുറത്തിറക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് തരിക. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അങ്ങനെ വെട്ടാനും ചുരുക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്നാലും ടെക്സ്റ്റ് വായിച്ച് മെയിൻ പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്ത് അതൊരു നോട്ടിലേക്ക് എഴുതുമ്പോൾ എക്സാമിൻ്റെ തലേന്നൊക്കെ നോക്കാൻ യൂസ്ഫുള്ളായിരിക്കും. ഇന്ത്യൻ എക്കോണമി 9 ചാപ്റ്റേഴ്സും സ്റ്റാറ്റി 8 ചാപ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഈ 2 പാർട്ടും ഒറ്റ ദിവസം കൊണ്ടൊക്കെ നോക്കുക എന്നുള്ളത്, എല്ലാ ടെക്സ്റ്റ് വായിച്ച് നോക്കുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ലെക്ചർ നോട്ട് ഉണ്ടാക്കിയാൽ യൂസ്ഫുള്ളായിരിക്കും. അതുപോലെ പിന്നെ പറയണമെങ്കിൽ ജോഗ്രഫി എല്ലാവർക്കും ഉണ്ടാവില്ല, ഓപ്ഷണലാണ്. ജോഗ്രഫി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ +1 ടെക്സ്റ്റിനേക്കാൾ കൂടുതൽ
പ്രിൻ്റഡ് നോട്ടായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരു പ്രിൻ്റഡ് നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെക്സ്റ്റ് കുറച്ച് വൈഡായിരുന്നു ജോഗ്രഫിയുടെ. അപ്പോൾ അതിൻ്റെക്കാട്ടിലും ഈസി പ്രിൻ്റഡ് നോട്ടാണെന്ന് തോന്നിയിട്ട് ആ നോട്ട് വെച്ചിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും ഹെഡിങ് പോയിൻ്റ് വൈസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ജോഗ്രഫി ആണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിനെ എക്കണോമിക്സിനെ പോലെ വാരി വലിച്ച് എഴുതാനുണ്ടാവില്ല. പോയിൻറ്റ്സ് എഴുതിയാൽ മാർക്ക് കിട്ടും. ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും നമ്മുടെ ലാംഗ്വേജ് ഓൺ ലാംഗ്വേജിലൊക്കെ എഴുതുമ്പോൾ ചില മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മാർക്ക് കുറയ്ക്കാം. ജോഗ്രഫി അങ്ങനെയല്ല, പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് എന്നല്ല, എനിക്ക് ഹ്യൂമാനിറ്റീസിൻ്റെ കാര്യം അറിയുള്ളൂ. ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും എഴുതാം എക്സാം. ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും അവൈലബിൾ ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സും 2 സബ്ജക്റ്റിലും ക്ലാസ് എടുക്കും. ഇപ്പോൾ എന്നെ പറ്റി ആണെങ്കിൽ ഞാൻ 10th വരെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ച ആളാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇംഗ്ലീഷിൽ തന്നെ എക്സാം എഴുതാമെന്ന് വിചാരിച്ചിട്ട് ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് വാങ്ങിച്ചു. ഇംഗ്ലീഷിൽ തന്നെയാണ് എക്സാം എഴുതി പോന്നിട്ടുണ്ടായിരുന്നത്. കുഴപ്പമൊന്നും തോന്നിയില്ല. ഇപ്പോൾ 10th വരെ മലയാളം മീഡിയം പഠിച്ച ആളാണെന്നുണ്ടെങ്കിലും +1 ഇംഗ്ലീഷിൽ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം, കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ അങ്ങനെയൊക്കെയാണ് ജോഗ്രഫിയുടെ കാര്യം പറയാനുള്ളത്. പിന്നെ ഹിസ്റ്ററിയിലാണെങ്കിലും ജോഗ്രഫിയിലാണെങ്കിലും മാപ്പ് ഉണ്ടാവും. ഹിസ്റ്ററിയിൽ കമ്പൽസറി ആണ്, ജോഗ്രഫിയിൽ സംടൈംസ് അത് കമ്പൽസറി ആയിട്ടും വരാറുണ്ട്, ചിലപ്പോൾ അത് ഓപ്ഷണലായിട്ടും വരാറുണ്ട്. അത് ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ വർഷവും ഡിഫറെൻ്റ് ആണ്. ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത് കമ്പൽസറി ആയിരുന്നു. ഞങ്ങളുടെ തൊട്ട് മുന്നേ വരാതെ ഓപ്ഷണലായിരുന്നു. എന്തായാലും മാപ്പ് പഠിക്കുക. ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് നമുക്ക് മാത്സിലൊരു ഐഡിയ വേണമല്ലോ. ആദ്യം തന്നെ മാത്സ് റെഫർ ചെയ്ത് അത് വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി പ്രത്യേകിച്ച് പഠിക്കാൻ ഈസി ആയിരിക്കും. മാപ്പ് വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിവേഴ്സ് ആണെങ്കിലും ഇവിടെ നിന്ന് ഒറിജിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ സ്റ്റേറ്റിലൂടെയൊക്കെ മാപ്പ് വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ മാപ്പ് വെച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നമ്മളെ സ്റ്റഡി ഏരിയയിലൊക്കെ ഒരു മാപ്പ് ഒക്കെ ഒട്ടിച്ച് വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും ഒന്നുകൂടെ മനസ്സിലാക്കാൻ. ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പൊളിറ്റിക്സ്, എല്ലാവരും പറയും പൊളിറ്റിക്സ് ഈസിയാണ്, ബട്ട് വൈഡ് ഏരിയയാണ്. 20 ചാപ്റ്റേഴ്സ് ഉണ്ട് +1. അടുത്ത 10 ചാപ്റ്റേഴ്സ് വൈഡാണ്. പിന്നത്തെ 10 ചാപ്റ്റേഴ്സ് കുഞ്ഞു ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഈ പൊളിറ്റിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് കണക്ട് ചെയ്തൊക്കെ പഠിക്കാം. വെരി സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കും ടെക്സ്റ്റ് തന്നെ. അപ്പോൾ നമ്മൾ പൊളിറ്റിക്സ് ആണെങ്കിലും ഇത്രയും എന്താ പറയുക 20 ചാപ്റ്റേഴ്സൊക്കെ എക്സാമിൻ്റെ തലേന്ന് നോക്കൽ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ അന്നന്ന് എടുക്കുന്നത് അന്നന്ന് പഠിക്കുക. കാരണം എക്സാമിൻ്റെ തലേന്ന് മാത്രം നോക്കി ഹ്യൂമാനിറ്റീസിൽ മാർക്ക് കിട്ടുന്ന കുറേ മിത്താണ്. എല്ലാവർക്കും അറിയില്ലല്ലോ. ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഡിഫിക്കൽട്ടി എന്താണ്, അതിനെങ്ങനെയൊക്കെ എന്തൊക്കെ പഠിച്ചാൽ മാർക്ക് കിട്ടുന്നത്. അപ്പോൾ എക്സാമിൻ്റെ തലേദിവസം മാത്രം നോക്കി ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ റെയറാണ്. ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ മെജോറിറ്റി പേർക്കും കഴിയില്ല. എന്നെക്കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഞാൻ അന്നന്ന് എടുക്കുന്നത് അന്നന്ന് പഠിക്കാൻ ശ്രമിക്കും. എന്തെങ്കിലും നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അത് ആ ഒരു വീക്കെൻഡിലോ അല്ലെങ്കിൽ എന്നാണോ ടൈം കിട്ടുന്നത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അത് കവറപ്പ് ചെയ്ത് പോകാമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ മന്ത്ലി ടെസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും പഠിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടത് പഠിക്കും. ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് എല്ലാതും നമ്മളിങ്ങനെ വായിച്ച് പോകുന്നതായതുകൊണ്ട് മറക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾക്ക് സമയം കിട്ടുന്ന ടൈമിലൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉള്ളതൊക്കെ, അതായത് ആദ്യത്തെ ചാപ്റ്റേഴ്സ് രണ്ടാമത്തെ ചാപ്റ്റേഴ്സൊക്കെ ഒന്നുകൂടി പൊടി തട്ടുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് ഭയങ്കര ഈസി ആയിരിക്കും എന്ന് തോന്നി. ഞാൻ അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാർക്കെങ്കിലും എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ജൂൺ 10th +1 റിസൾട്ട് വരും. അപ്പോൾ ഞാൻ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ എന്താണെന്നറിയില്ല, ഇമ്പ്രൂവ്മെൻ്റ് എഴുതേണ്ടി വരും. ചില സബ്ജക്റ്റൊക്കെ ടഫായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.